ഹലോ, ഞാൻ ഡോക്ടർ ഷിംന അസീസ്. നിങ്ങളിൽ പല പ്രവാസികളും പല രാജ്യത്തുള്ളവരും PPE ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറന്നിറങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്താണ് PPE, എങ്ങനെയാണ് PPE ധരിക്കേണ്ടത്, PPE ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, PPE അഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ കൈവശം PPE ഇല്ലാത്തൊരാൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന് പകരമായി PPE കിറ്റുകൾ ധരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് പ്രവാസികളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഏതുതരം PPE കിറ്റുകളാണ് ധരിക്കേണ്ടതെന്ന കാര്യത്തിൽ യാത്രക്കാർ ആശങ്കാക്കുഴപ്പത്തിലായിരിക്കുകയാണ്. സാധ്യമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിമാനയാത്രക്കാർ PPE കിറ്റ് ധരിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഇന്നു മുതലാണ് പ്രാബല്യത്തിലായിരിക്കുന്നത്. എന്നാൽ ഏതുതരം PPE കിറ്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കാതിരുന്നത് യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. KMCC നേതാക്കൾ നോർക്ക അധികൃതരുമായി ചർച്ച നടത്തി വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ജിദ്ദയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കിറ്റുകൾ വിതരണം ചെയ്തത് പോലും. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ചാർട്ടർ ചെയ്ത വിമാനമാണ് പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പുറപ്പെട്ടത്. സൗദി എയർലൈൻസിന്റെ വിമാനത്തിൽ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാർക്ക് KMCC പ്രവർത്തകർ PPE കിറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. വിമാനത്താവളത്തിൽ വിരലടയാളം രേഖപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനുള്ളതിനാൽ എമിഗ്രേഷൻ നടപടികൾക്ക് ശേഷമാണ് മിക്ക യാത്രക്കാരും PPE കിറ്റുകൾ ധരിച്ചത്. സൗദിയിൽ ട്രൂനാറ്റ് ടെസ്റ്റിനും റാപ്പിഡ് ടെസ്റ്റിനും അനുമതി നിഷേധിച്ചതോടെയാണ് PPE കിറ്റ് ധരിച്ച് വരാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. യാത്രാ നടപടിക്രമങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങളുമായി പ്രവാസികൾ കേരളത്തിലേക്ക് എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ PPE കിറ്റുകൾ എങ്ങനെ ധരിക്കണമെന്ന ആശയക്കുഴപ്പവും പ്രവാസികളിലുടനീളം നിൽക്കുകയാണ്. എന്നാൽ PPE കിറ്റുകൾ എങ്ങനെ ധരിക്കാമെന്ന മാർഗനിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസ്. ദൃശ്യങ്ങളിലേക്ക്. അതായത് തപാലിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ വളരെ ശ്രമകരമായൊരു അഭ്യാസമാണ് ഞാൻ നിങ്ങളെ ഇതിലൂടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലേ. അപ്പോൾ PPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ് എന്നാണ്. അതായത് വ്യക്തി സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ധരിക്കുന്ന ആ വസ്ത്രം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ചന്ദ്രനിൽ ചെന്നിട്ട് നമ്മളുടെ ഇറങ്ങിയ സമയത്ത് നീൽ ആംസ്ട്രോങ് ധരിച്ചിരുന്ന ആ വെള്ള കളർ ഡ്രസ്സില്ലേ, അതുപോലത്തെ ആകെ മൊത്തം മൂടുന്ന ഡ്രസ്സാണ് ശരിക്കും PPE. പക്ഷെ നമ്മൾ ചിലരുടെയെങ്കിലും ധാരണ പോലെ അത് ഒറ്റ പീസല്ല. അത് PPE എന്ന് പറയുന്നത് ശരിക്കും ഒരു പാൻറ്റും അതിൻ്റെ കുപ്പായം, അതിൻ്റെ ആ ഒരു ടോപ്പും അതുപോലെ ആ ഹൂഡും കൂടി ചേർന്നിട്ടുള്ള ഒരു വസ്ത്രവും അതിൻ്റെ കൂടെ ഷൂ കവറും മാസ്കും ഗോഗിള് കണ്ണടയും ഫേസ് ഷീൽഡും പിന്നെ മുഖത്തിങ്ങനെ വരുന്ന പലക പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവം 2 ഗ്ലൗസും ചേർന്നിട്ടുള്ള ഫുൾ സെറ്റിനാണ് നമ്മൾ PPE എന്ന് പറയുന്നത്. അപ്പോൾ PPE ധരിക്കുന്ന സമയത്ത് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അതിനകത്ത് ധരിക്കാൻ എപ്പോഴും നമ്മൾ ഈ വിടർന്ന് നിൽക്കുന്ന സാരിയും മുണ്ടും പർദ്ദയും ഒന്നുമല്ല. അതിന് പകരം നമുക്ക് പാൻറ്റും ഷർട്ടോ അതല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടോ അതല്ലെങ്കിൽ സൽവാർ കമ്മീസോ അങ്ങനെ എന്തെങ്കിലും കോട്ടൺ വസ്ത്രങ്ങൾ, ഒട്ടും കട്ടിയില്ലാത്ത കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാകും ഉചിതം. അല്ലെങ്കിൽ ഈ ആകെ മൂടിയ ഡ്രസ്സ് ഇടുമ്പോൾ 5-6 മണിക്കൂർ കഴിയുമ്പോഴേക്കും ശരിക്കും നമ്മൾ വെന്തൊരു പരുവായി കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് മഴയ്ക്ക് ശേഷം റെയിൻകോട്ട് ശരീരത്തിലിരിക്കുമ്പോൾ തോന്നുന്ന ആ ഒരു വിങ്ങലുണ്ടല്ലോ, അതാണ് ശരിക്കും PPE ഇട്ടാലുള്ള ആ ഒരു ഫീലിംഗ്. അപ്പം ഒരു തരി പോലും തൊലി പുറത്ത് കാണാതെ കൃത്യമായി ഇത് ധരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇനി ഇത്തരത്തിൽ നമുക്ക് ഒറ്റപ്പീസി പാൻറ്റും ഷർട്ടും കൂടെയുള്ള ആ ടൈപ്പ് അല്ല കിട്ടുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഗൗണും ഒരു ഫ്രോക്ക് പോലത്തെ ഗൗണും ഷൂ കവറും സെപ്പറേറ്റ് ക്യാപ്പും ഫേസ് ഷീൽഡും ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിലും ധരിക്കുമ്പോൾ ഒരു തരി പോലും തൊലി പുറത്ത് കാണാതെ വൃത്തിക്ക് ധരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതർവൈസ് ഇത് ധരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് കൃത്യമായിട്ട് PPE ധരിക്കാം? PPE ധരിക്കുന്നതിനൊരു സീക്വൻസ് ഉണ്ട്. അതായത് PPE ധരിക്കുന്നത് താഴെ നിന്നും മേലോട്ട് എന്ന രീതിയിൽ പല രീതികളുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാണ്. താഴെ നിന്നും മേലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൈ വൃത്തിയാക്കുക, ഒരു ഗ്ലൗസ് ഇടുക. ആ ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മൾ ഷൂ കവർ ധരിക്കുക. ഷൂ കവർ ഇരുന്നു കൊണ്ട് വേണം ധരിക്കാൻ. ഷൂ കവർ ധരിച്ചതിന് ശേഷം നമുക്ക് ആ പാൻറ്റ് കയറ്റാം. പാൻറ്റ് അരയുടെ ഇവിടം വരെ എത്തിയ ശേഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശേഷം നമുക്ക് ആ കുപ്പായം ധരിക്കാം. കുപ്പായം ചിലപ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ ആയിരിക്കും, സിബായിരിക്കും, അതല്ലെങ്കിൽ ബാക്കിൽ വെൽക്രോയോ അല്ലെങ്കിൽ ടാഗ് കെട്ടുന്നോ ഒക്കെ ആയിരിക്കും. നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവും ഇത് ധരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് റൂമിൽ നിന്നാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്ക് നമ്മളെ സഹായിക്കാം. അപ്പം ഇത് ഫ്രണ്ടിൽ സിബ് അല്ലെങ്കിൽ ബാക്കിൽ കെട്ട് വരും. അതിനുശേഷം
അതിനുശേഷം നമ്മൾ മാസ്ക് ധരിക്കുന്നു. മാസ്ക് ധരിക്കുമ്പോൾ അതൊന്നുകിൽ N95 ആവാം. N95 ഒട്ടും ഈ യാത്രയ്ക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല. എങ്കിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി N95 മാസ്ക് ധരിക്കാം. അതല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള 3 ലെയർ മാസ്ക് ആയാലും മതിയാകും. അതിനുശേഷം ഗോഗിൾ ധരിക്കാം, കണ്ണട. അപ്പം നമ്മൾ സാധാരണ ധരിക്കുന്ന ഒരു കണ്ണട ഉണ്ടെങ്കിൽ അതിൻ്റെ മീതെ വേണം ഗോഗിൾ ധരിക്കാൻ, അല്ലെങ്കിൽ അത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായി കണ്ണട ധരിക്കുക. നമ്മൾ വെക്കുന്ന കണ്ണടയുടെ മീതെ തന്നെ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. ചിലപ്പോൾ അതിങ്ങനെ ഈ കണ്ണടയുടെ കാലൊക്കെ ഉള്ള ആ ടൈപ്പ് ആയിരിക്കും. അതല്ലെങ്കിൽ ചെറിയ ടാഗ് ഇങ്ങനെ കെട്ടുന്ന പോലെ ബാൻഡ് ഉള്ളതായിരിക്കും. അപ്പോൾ ബാൻഡ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഹൂഡ് നന്നായിട്ടൊന്ന് വലിച്ചിട്ടിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഗോഗിൾ വയ്ക്കുകയാണെങ്കിൽ ഗോഗിൾ ആ കണ്ണടയും മര്യാദയ്ക്ക് ഇരിക്കും, നമ്മുടെ ഹൂഡും മര്യാദയ്ക്ക് ഇരിക്കും, ആ സ്ട്രാപ്പ് ഇങ്ങനെ വന്നിട്ട്. പിന്നെയുള്ളത് ഫേസ് ഷീൽഡ്. ഫേസ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബാക്കിലൊരു ബാൻഡ്, ഫ്രണ്ടിലൊരു ഇങ്ങനെ പലക പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെ ഒരു സാധനമാണ് ഫേസ് ഷീൽഡ്. ഈ ഫേസ് ഷീൽഡ് വെക്കുമ്പോൾ അതിൻ്റെ മീതെ കൂടെ മിക്കവാറും ഒരു ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ടാവും. ഇങ്ങനെ വലിച്ചാൽ പോരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും കൂടെ ഉണ്ടാവും. അത് വലിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ശരിക്കും കാണാൻ സാധിക്കില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കൈ ഒന്ന് സാനിറ്റൈസർ ഇട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലൗവും കൂടെ ധരിക്കുക. അത് ഇതിൻ്റെ മീതെ കൂടെ വേണം ധരിക്കാൻ. ഗൗൺ ആണെങ്കിലോ സെയിം തിങ്. ഷൂ കവർ, നമ്മൾ ഇരുന്നിട്ട് ഷൂ കവർ ഇടുന്നു, നമ്മൾ ഗൗൺ ധരിക്കുന്നു, നമ്മൾ ക്യാപ്പ് ധരിക്കുന്നു, പിന്നെ ക്യാപ്പല്ല ഗൗൺ ധരിക്കുന്നു, ശേഷം മാസ്ക് ധരിക്കുന്നു, ഗോഗിൾ ധരിക്കുന്നു, ക്യാപ്പ് ധരിക്കുന്നു, അതുപോലെ ഫേസ് ഷീൽഡും വെക്കുന്നു. ലാസ്റ്റ് ഒരു ഗ്ലൗസും കൂടെ. സെയിം തിങ് ആണ്, സെയിം സീക്വൻസിൽ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇത് ധരിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തൊപ്പി ഒന്ന് അഴിച്ചിടുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഷീൽഡ് ഒന്ന് അഴിച്ചിടുക, ഫേസ് ഷീൽഡ് ഒന്ന് മാറ്റി വയ്ക്കുക, ഗ്ലൗ ഒക്കെ ഒന്ന് അഴിച്ചൊന്ന് കാറ്റ് കൊള്ളിക്കുക. പിന്നെ നിങ്ങളത് ഇട്ടിട്ടൊരു കാര്യവുമില്ല. ധരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ആ യാത്രയിലുടനീളം അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെയർസ് കയറുമ്പോൾ അല്ലെങ്കിൽ എസ്കലേറ്റർ കയറുമ്പോൾ, വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ, ഹാൻഡ് റെസ്റ്റ് പൊക്കുക താഴ്ത്തോ ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് കുരുങ്ങിയിട്ട് കീറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ടയർ പോലും നമ്മളുടെ PP കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം നടക്കാതെ പോകും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മൾ ഈ ഒരു സംഗതി ദേഹത്തുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവാം. പിന്നെ ഇതുകൂടാതെ ഒരു കാരണവശാലും ഫേസ് ഷീൽഡിൻ്റെ മുൻവശം ഫേസ് ഷീൽഡ് ധരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഗോഗിളിൻ്റെ, മാസ്കിൻ്റെ, ആ ഡ്രസ്സിൻ്റെ, നമ്മളുടെ പിന്നെ പാൻറ്റിൻ്റെ അല്ലെങ്കിൽ ഷൂ കവറിൻ്റെ ഭാഗത്തൊന്നും തൊടാതിരിക്കുക. അഥവാ തൊട്ടുപോയാൽ കൈ അന്നേരം തന്നെ വൃത്തിയായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിന് ധരിക്കുന്നതിന് ഡോണിങ് എന്നാണ് പറയുന്നതെങ്കിൽ അത് അഴിക്കുന്നതിന് ഡോഫിങ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളത് ഡോഫ് ചെയ്യുമ്പോഴാണ്, അഴിക്കുമ്പോഴാണ്. കാരണം അപ്പോഴാണ് ഈ മേത്തി സാധനം ധരിച്ചപ്പോൾ നമ്മൾ നല്ല കുളിച്ചു കുട്ടപ്പന്മാരായിരുന്നല്ലോ, അഴിക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ മൊത്തം കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ ഇത് ഏത് ഏരിയയിലാണോ ഇത് അഴിക്കാൻ വേണ്ടിയുള്ളത് അവിടെ ചെന്നതിന് ശേഷം ആദ്യം കൈ ഒന്ന് വൃത്തിയാക്കുക. ഇനിയിപ്പോൾ കൈയുമെന്ന് പിടിക്കണ്ട. അപ്പോൾ കൈ നന്നായിട്ടൊന്ന് സാനിറ്റൈസർ ഇട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡറിൽ, അതായത് ആദ്യം നമ്മൾ ഫേസ് ഷീൽഡ് ബാൻഡിന്മേൽ മാത്രം പിടിച്ചിട്ട് ഒഴിവാക്കി അടപ്പുള്ള മഞ്ഞ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഗോഗിള് ഒഴിവാക്കുന്നു. അതിനുശേഷം മാസ്ക് ഒഴിവാക്കാനായിട്ടില്ല. ഹൂഡ് നമ്മൾ പുറം ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തിരച്ച് കൊണ്ടുവന്ന് അഴിക്കുന്നു. പിന്നെ നമ്മൾ സിബാണോ വെൽക്രോ ആണോ എന്താണെന്ന് വെച്ചാൽ അത് അഴിച്ചിട്ട് കൈയും ഒക്കെ തന്നെ നമ്മൾ ഉള്ളു പുറത്തേക്കാക്കിയിട്ട് ഇങ്ങ് വലിച്ചിങ്ങെടുത്താൽ മതി. അത് വലിച്ചെടുക്കുന്നു. വീണ്ടും നമ്മൾ തിരച്ച് കൊണ്ടുവന്ന് ആ ഡ്രസ്സ്, ആ മേലെയുള്ള PP നമ്മൾ അഴിച്ചിട്ട് നല്ലോണം ചുരുട്ടിയിട്ട് നേരെ, അതായത് ഉള്ളു പുറത്തേക്ക് വരണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇട്ടേക്കുക, വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക. അതിനുശേഷം നമ്മൾ ഷൂ കവർ റിമൂവ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ഗ്ലൗസ് നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം നമുക്കുള്ളത് മാസ്കും ഒരു ഗ്ലൗസും മാത്രം. എന്നിട്ട് ഈ ഗ്ലൗസ് വീണ്ടും നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മളുടെ മാസ്ക് ടാഗിൽ മാത്രം പിടിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ ഈ ഗ്ലൗസും റിമൂവ് ചെയ്യുന്നു, ഒന്നുകൂടി കൈ വൃത്തിയാക്കുന്നു. ഇതാണ് കൃത്യമായ അഴിക്കുന്നതിൻ്റെയും ധരിക്കുന്നതിൻ്റെയും ഒരു ഏകദേശ രൂപം. ഇതല്ലാത്ത രൂപങ്ങളും യഥേഷ്ടം നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണും. ഇത് ഏകദേശം ഓർത്ത് വയ്ക്കാൻ സൗകര്യത്തിനുള്ള രീതിയിൽ പറഞ്ഞതാണ്. ആകെ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, ഇത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിക്കുക എന്ന് പറയുന്നത് അത് മൊത്തമായിട്ട് അഴിക്കലേ ഉള്ളൂ, അല്ലാതെ കുറച്ച് വെച്ചിട്ട് അഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ശ്രദ്ധയോടെ ഇരിക്കുക. ഇത് ധരിച്ചതിന് ശേഷം മുൻവശത്ത് എവിടെയും തൊടാതിരിക്കുക. കണ്ടാമിനേറ്റഡ് ആയിരിക്കും. കൈയടക്കി വൃത്തിയാക്കുക. സാനിറ്റൈസർ വെച്ചിട്ട് ഗ്ലൗ ഇട്ടാൽ പോലും കൈ വൃത്തിയാക്കാം. പിന്നെ ഇത്തരത്തിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേഗം ഇങ്ങ് പോരുക. പിന്നെ എന്തെങ്കിലും വരുവാണെങ്കിലില്ലേ അത് നമുക്ക് നോക്കാം. ഒന്നും ഉണ്ടാവില്ല എന്നേ, സമാധാനമായിട്ട് കയറിപ്പോരും.
എല്ലാം തന്നെ കഴിയുന്നത്ര നമുക്ക് ഇത് ധരിച്ചുകൊണ്ട് വൃത്തിയായി തന്നെ വരാം. പക്ഷേ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, PPE ധരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ആരും സുരക്ഷിതരാവുന്നില്ല. PPE ധരിച്ചു അതുകൊണ്ട് എനിക്ക് അസുഖം വരില്ല എന്ന് ചിന്തിക്കരുത്. PPE എത്ര നന്നായി ധരിച്ചാലും എത്ര ശ്രദ്ധയോടെ നിങ്ങൾ ധരിച്ചാലും അഴിച്ചാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുവാവയെ കാണുമ്പോൾ, നിങ്ങളുടെ രക്ഷിതാക്കളെ കാണുമ്പോൾ അവരെ ചെന്ന് തൊടാതിരിക്കുക. നിങ്ങൾ കൃത്യമായി തന്നെ ക്വാറന്റൈൻ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ രീതിയിലും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. വേവോളം കാത്തവരാണ് 6ഓളം കൂടെ കാക്കാം. കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ വന്നിട്ട് ക്വാറന്റൈനിലിരിക്കുന്ന കാര്യത്തിലൊന്നും ഒരു ഉപേക്ഷയും വിചാരിക്കാതിരിക്കുക. എല്ലാം പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ വേഗമാവട്ടെ. ശുഭയാത്ര.